സൗദിയിൽ വരും ദിവസങ്ങളിൽ കഠിനമായ തണുപ്പ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പുറത്ത് ശക്തമായ ശൈത്യ തരംഗമാണ് രാജ്യത്ത് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥയെല്ലാം മാറി മറിയുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും. പകലാണെങ്കിൽ ചുട്ടുപൊല്ലുന്ന വെയിൽ. ഇതാണ് കേരളത്തിലെ അവസ്ഥ. എന്നാൽ അങ്ങനെയല്ല സൗദി അറേബ്യയുടെ കാര്യങ്ങൾ. വിവിധ ഭാഗങ്ങളിൽ തണുത്തു വിറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും കഠിനമായ തണുപ്പ് അനുഭവപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകി. 30 വർഷത്തിനു ശേഷമാണ് സൗദിയിൽ ആദ്യമായി ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നത്. മരുഭൂമിയിൽ മഞ്ഞു പെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉടലെടുത്തിരിക്കുകയാണ്. കൊടും ചൂട് അനുഭവിക്കുന്ന മരുഭൂമിയിൽ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു രീതിയായിരുന്നു സൗദി അറേബ്യയിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. അസാധാരണമായ ഒരു ശൈത്യകാല സംഭവത്തിനാണ് ഇപ്പോൾ സൗദി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മഞ്ഞുവീഴ്ചയും കനത്ത മഴയും താപനിലയിൽ കുത്തനെ ഇടിവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാലാവസ്ഥയിൽ വളരെ മോശമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് നിവാസികളെ സംബന്ധിച്ച് ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. അൽ ജൗഹ്, വടക്കൻ അതിർത്തി മേഖല, തബൂക്ക്, ഹായിൽ, അൽ ഖസീം, റിയാദ്, കിഴക്കൻ പ്രാവിശ്യയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം താപനില കുത്തനെ താഴ്ന്നു. ചിലയിടങ്ങളിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രിക്ക് താഴെ വരെയാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഐതിശൈത്യം ജനജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റും കരുതി വയ്ക്കാനും ആരോഗ്യവകുപ്പ് പറയുന്നു. വടക്കൻ സൗദി അറേബ്യയിൽ കനത്ത തണുത്ത വായുവാണ് വീശിയടിക്കുന്നത്. ശക്തമായ കാറ്റും റെക്കോർഡ് കുറഞ്ഞ താപനിലയും കൊണ്ട് ഇപ്പോൾ സൗദി വലഞ്ഞിരിക്കുകയാണ്. ഈ മഞ്ഞുവീഴ്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കുറേയധികം ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 1985 മുതൽ രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 2008 ജനുവരി 16 ഹായിലിലായിരുന്നു. അന്ന് അവിടെ -10 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. 2ാം സ്ഥാനത്തുള്ളത് അൽ ജൗഹ് പ്രവിശ്യയിലാണ്. അസാധാരണമായ ഒരു ശൈത്യകാല സംഭവമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ പുലർച്ചെ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി. ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞടിഞ്ഞുകൂടിയിരിക്കുകയാണ്. തണുത്തുറഞ്ഞ നിരവധി പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. തുറസായ സ്ഥലങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ മഞ്ഞുവീഴ്ചയുണ്ടാകുന്നത്. മധ്യവടക്കൻ പ്രദേശങ്ങളിലേക്ക് തണുത്ത വായു തള്ളിക്കയറി മഴമേഘങ്ങളുമായി ഇടപഴകുന്നതാണ് ഈ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് വടക്കൻ മധ്യഭാഗങ്ങളിൽ താപനില താഴ്ന്ന നിലയിൽ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.